പരിപ്പിൽ ചീരലിടും, മുരിങ്ങയിലിടും. ഇതിപ്പോൾ തുമ്പലിയാണ് കേട്ടോ. പരിപ്പും തുമ്പലിയും കൂടി ചാറ് കറി വെക്കാനാണ്. അപ്പോൾ തുമ്പല പറമ്പിൽ നിന്നൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ അടക്കി പിടിച്ച് ഒരു 5-6 വട്ടമെങ്കിലും വെള്ളത്തിൽ ഇതേപോലെ അലമ്പി കഴുകിയെടുക്കണം. അല്ലെങ്കിൽ മണ്ണുണ്ടാവും. ഇപ്പോൾ കണ്ട ഈ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ അതിന് ചൊറിച്ചിലുണ്ടാവില്ല, തീരെ ചൊറിയില്ല. മുറിച്ചെടുക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം എടുത്തിട്ട് ഇതിനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ ചെറുതായിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനി ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടും വെള്ളത്തിൽ ഒന്നും കൂടി കഴുകി വാലയ്ക്കാട്ടാം. അപ്പോൾ ഒന്നും കൂടി വല്ല മണ്ണുണ്ടെങ്കിൽ പൊക്കോളും. അപ്പോൾ ഞാൻ പരിപ്പിനെ വേവിച്ചെടുത്ത് കഴിഞ്ഞു. വേണ്ട, പരിപ്പ് വെന്ത് കുഴയാൻ പാടില്ല. പരിപ്പ് വേവിച്ചെടുത്തു. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതുപോലെ 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. മുളക് പൊടി അധികം ഇടാൻ പാടില്ല. ഇത് തേങ്ങ അരയ്ക്കാണ്ട് വയ്ക്കണ കറിയാണ്. അപ്പോൾ തേങ്ങ അരച്ചു എന്ന് തോന്നിക്കണ പോലെ ഇരിക്കണം. അപ്പോൾ മുളക് പൊടി അധികം ഇട്ടാൽ ചോന്നിരിക്കും. എരിവ് കിട്ടാനായിട്ട് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടുക. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. ഇനി കുറച്ച് വേപ്പില ഇട്ടു. അതുപോലെ അതിലേക്ക് കുറച്ച് മാങ്ങ, ഒരു പുളിപ്പ് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് മാങ്ങ ഞങ്ങൾ സ്റ്റോക്ക് എടുത്ത് വയ്ക്കണതാണ്. ചെത്തിപ്പൂളി എടുത്ത് വയ്ക്കും. അപ്പോൾ നല്ല എരിവ് കിട്ടും ഈ മുളകിട്ട് കഴിഞ്ഞാൽ. ഇനി ഇതിനെ ഉപ്പ് ഇട്ടിട്ട് അടപ്പത്തിട്ട് ഒന്ന് ആ മുളകിൻ്റെ കുത്ത് പോണ വരെ തിളപ്പിക്കുക. അപ്പോൾ മുളകിൻ്റെ കുത്ത് പോണ വരെ തിളച്ച് കഴിഞ്ഞു. ആ മാങ്ങയൊക്കെ ഒന്ന് വെന്തു. ഇനി നമ്മുടെ കഴുകി വെച്ച തുമ്പലിടാം. തുമ്പലിക്കൊന്നും അധികം വേവില്ലല്ലോ. ഇത് ഇളക്കി വീണ്ടും കമത്തി മൂടി വേവിക്കണം കേട്ടോ. ഈ തുമ്പല തോരൻ വെച്ചാണ്ടല്ലോ മുരിങ്ങയിലയും ചീരലയേക്കാളും ടേസ്റ്റാണ് ഇതിന്. ഞാനിതൊരു 9 കൊല്ലമായി വെച്ച് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇത് കമത്തി മൂടി ഒന്നും കൂടി വേവിക്കുക. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞു. എൻ്റെ മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള പുളി കൂടാൻ പാടില്ല. ഇനി ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കുക എന്ന് പറയല്ലോ, അതുപോലെ കടുക് വറുത്ത് കറിയിൽ ഒഴിക്കാം. ഇനി കടുകാണ് ഉള്ളിയല്ല. നമ്മൾ പച്ചക്കറിയിലൊക്കെ കടുകല്ലേ ചേർക്കുക. ഇതാണ് ഞങ്ങളുടെ പരിപ്പും തുമ്പലും കൂടിയ തേങ്ങ അരയ്ക്കാണ്ട് വെച്ച ചാറ് കറി. ഇനി കുറച്ച് കോവയ്ക്ക കിട്ടി വീട്ടിൽ നിന്ന്. അത് കാബേജ് തോരൻ വയ്ക്കണ പോലെ തോരൻ വയ്ക്കുക. അതിന് കാബേജിൻ്റെ തോരൻ്റെ കൂട്ടാണ് കടുകൊക്കെ ഇട്ടിട്ട്. ഇനി ഇത് വേവിക്കുക ഉപ്പൊക്കെ ഇട്ട്. ഇപ്പോൾ കറി വെന്തു. ഇതാണ് ഞങ്ങളുടെ പരിപ്പ് കറി തുമ്പലിട്ട് വെച്ചത്. ഇത് കോവയ്ക്ക തോരൻ, പിന്നെ ഇത് ഉണക്കമീൻ വറുത്തത്, മാന്തൾ, പിന്നെ ഇത് വെളുത്തുള്ളി അച്ചാർ. ഇത് വീട്ടിലുണ്ടാക്കിയതാണ്.